അച്ചടക്കം പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചെടുത്ത് കിട്ടണില്ല. ദേഷ്യം, എന്താ കാമം, ക്രോധം, വൈരാഗ്യോ, അല്ലെങ്കിൽ കാട് കയറി ചിന്തിക്കുക, മടിയോ, ഇതിനൊക്കെ ഒന്ന് വരുതിയിൽ വരുത്തണം. അപ്പോൾ അതിനായിട്ടൊന്ന് മൽപ്പിടുത്തം നടത്താനേ വേണ്ടി വരും. അതിൻ്റെ കരുത്തുണ്ടല്ലോ, നമ്മളെക്കായും വലുതാണത്, പിടിച്ചാൽ കിട്ടാത്ത സംഗതി തന്നെ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇതൊരു പ്ലാനിങ് അതിനാവശ്യമാണ്. പിന്നെ നമ്മുടെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോഴേ ഒരു പണിയില്ലാത്തവന്മാർ കാത്തു നിൽക്കുന്നുണ്ടാവും. അവർ നമ്മുടെ മനസ്സിലേക്ക് സംശയത്തിൻ്റെ വിത്തെറിയും, അല്ലെങ്കിൽ കുറ്റബോധം ഉണ്ടാക്കും, നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട്. നീ ഇപ്പോൾ അതിനിറങ്ങിയിട്ടില്ല, കാര്യമുണ്ട്, നീ ഇപ്പം ഇതല്ല ആളെന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മളെ തളർത്താൻ ശ്രമിക്കും. സമൂഹം തന്നെ അതൊക്കെ ചെയ്യണത്. അല്ലെങ്കിൽ നമ്മളെ വെറുപ്പുള്ളവരെന്ന് വിചാരിച്ചോ, നമ്മളെ വിജയം ആഗ്രഹിക്കാത്തൊരു ഈഗോ നമ്മളെ തന്നെ ഈഗോ, അതും പുറകോട്ട് വലിക്കും. അഹങ്കാരം, അല്ലെങ്കിൽ മുമ്പ് നമ്മൾ കിട്ടിയിട്ടുള്ള റിജക്ഷൻസ് ഒക്കെ എന്തൊക്കെയോ ആരൊക്കെ തിരസ്കരിച്ചു, നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കുതിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ തന്നെ തളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭയം, പിന്നെ നമ്മുടെ ബന്ധുക്കളൊക്കെ തന്നെ ഇവരും ഉണ്ടാവും. അവരുടെ വിചാരം അവർ നമ്മൾ സ്നേഹിക്കണം, അതല്ല, അവരവരുടെ ഭയത്തിന്, അവരുടെ ഉള്ളിലെ ഭയത്തിന് നമ്മുടെ ഉള്ളിലേക്കും കൂടെ പകർത്തുകയാണ്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളെങ്ങാനും കര കയറി പറന്നങ്ങ് പോവോ എന്ന് ഒരു സംശയം അവർക്കുണ്ടാവും. അപ്പോൾ അവർക്ക് ആരും ഉണ്ടാവില്ലല്ലോ എന്നൊരു പേടിയും അവരുടെ ഉള്ളിലുണ്ടാവാം. ഏതായാലും ഇതൊന്നും എല്ലാവരും ബാധിക്കാൻ പോകില്ല. ആത്മവിശ്വാസമുള്ളവരെ തടയാൻ പറ്റില്ല. അവർ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ 4 സൈഡിൽ നിന്ന് വലിച്ചാലും ശരി, അവർ ഒരൊറ്റ കാര്യം മാത്രമേ കാണുള്ളൂ, ലക്ഷ്യം മാത്രം. നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടും?